വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു വിശുദ്ധ പാൽക്കാലം ഇവിടെ ആയിരിക്കുന്ന പ്രിയ സഹോദരനായ ദേവദാസൻ, അതുപോലെ എൻ്റെ കുടുംബം, പ്രിയ അരുണ്, എൻ്റെ കുടുംബമായിട്ട് ഈ ഒരു സഭയിലുള്ള ആളുകളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ഒരുക്കത്തെ നല്ല ഭാഗ്യത്തോർത്ത് കർത്താവ് സ്തുതിക്കുന്നു. ഞാനൊരു സ്റ്റേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 2-3 ദിവസമായിട്ട് ട്രിവാൻഡ്രത്തുണ്ട്. കുടുംബമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ സഭയിൽ വന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പം സംസാരിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഇന്ന് ഈ സഭയിലെ കുടുംബം എല്ലാവരുടെയും പ്രാർത്ഥന വിഷയമായിരുന്നു ഒരു വിവാഹ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ വിവാഹം നടക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവേദനെ വധുവായിട്ട് ലഭിക്കാൻ ഇടവന്നു. ഞങ്ങൾ 2 പേരായിട്ടാണ്, 2 പേരല്ല, ശരിക്കും 3 പേരുണ്ട്. ഒരു കുഞ്ഞ് ആളും കൂടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തിട്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ പ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്. ഗെന്നസരത്ത് തടാകത്തിൽ യേശു ഇങ്ങനെ നിന്ന സമയത്ത് അവിടെ പുരുഷാരം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി തിക്കും തിരക്കും ഉണ്ടാക്കി നമ്മൾ കാണുവാനായിട്ട് ഇടവരുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു പുരുഷാരത്തോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പായിട്ട് യേശു ചെയ്ത കാര്യം, 2 പടക് അതിൻ്റെ തീരത്ത് കിടക്കുന്നതായിട്ട് യേശു നോക്കിക്കണ്ടു. 2 പടക്. അതിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ് പറയുന്നത്, ഈ പടക് മീൻ പിടിക്കുവാനായി പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം പടകിൻ്റെ അകത്തുനിന്ന് വല കഴുകുന്ന 2 പടകാണ് യേശു കാണുവാൻ ഇടവന്നത്. അതിൽ ശീമോനുള്ളതായിട്ടുള്ള പടകിൽ യേശു കയറി എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഈ പടകിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പിന്നീട് വാക്യം മനസ്സിലാക്കുന്നത്, പോയിട്ട് എന്ന് പറഞ്ഞാൽ വല വീശാൻ പോയിട്ട് ഒന്നും കിട്ടാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മീൻ പോലും കിട്ടാത്ത 2 പടകാണ് അവിടെ കിടന്നത്. അതിലൊരു പടകായിട്ടുള്ള ശീമോൻ്റെ പടകിലാണ് യേശു കയറിയത്. യേശു ശീമോനോട് പറഞ്ഞു, നീ ഈ പടക് അല്പം കൂടെ പുറകോട്ട് ഇറക്കിടാൻ പറഞ്ഞു. അങ്ങനെ ശീമോൻ യേശുവിനെ അനുസരിച്ചു. അപ്പോൾ അതിനുശേഷം യേശു അതിൽ നിന്നുകൊണ്ട് പുരുഷാരത്തോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചു. എന്നാൽ ശീമോൻ്റെ ജീവിതത്തിലൊരു ശൂന്യത ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ശീമോൻ പോയി വല പിടിച്ചിട്ട് വീശിയിട്ട് ഒന്നും ശീമോന് കിട്ടിയിട്ടില്ല. എന്നാൽ ശീമോൻ അത് യേശുവിൻ്റെ അടുത്ത് പരാതിയായിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ യേശു അങ്ങോട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ആഴത്തിലേക്ക് പോവുക, അവിടെ നീ എന്ത് ചെയ്യുക? വല ഇറക്കുക. നമുക്കവിടെ കാണാൻ പറ്റുന്നത്, അതിന് മുമ്പ് ശീമോൻ ഒരിക്കൽ പോലും പറഞ്ഞില്ല ഞാൻ വല വീശിയിട്ട് ഒന്നും കിട്ടാതെ ശൂന്യനായിട്ട് വന്നിരിക്കുകയാണ് യേശു എന്ന് ശീമോൻ പറഞ്ഞില്ല. പക്ഷെ യേശു ശീമോന്റെ ആ അധ്വാനത്തിന്റെ ബലമില്ലാത്തത് ആര് കണ്ടു? യേശു കണ്ടു. യേശു ശീമോന്റെ ശൂന്യത കണ്ടു. ആഴത്തിലേക്ക് വലയിറക്കാം. നമ്മൾ പറയുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നത്, ആഴത്തിലേക്ക് വലയിറക്കി വല നിറയെ എന്ത് കിട്ടി? 2 പടക് നിറയ്ക്കുമാറ് കർത്താവ് നിറച്ച് കൊടുത്തു. നമ്മൾ ഇതുവരെ കേൾക്കുന്നത് അനുഗ്രഹത്തിന്റെ പ്രസംഗമായിട്ടാണ് നമ്മൾ ഈ മെസ്സേജ് കേൾക്കുന്നത്, അല്ലെ? ഇവിടെ വരെ നമ്മൾ കാണുന്നത് യേശു ശീമോന്റെ പടകിൽ കയറി ശീമോനോട് പറഞ്ഞു, ശീമോനെ ആഴത്തിൽ വല വീശാൻ പറഞ്ഞു. വല നിറയെ എന്ത് കിട്ടി? നമ്മൾ അവിടെ കൊണ്ടല്ല ഈ മെസ്സേജിനെ സ്വീകരിക്കേണ്ടത്. ഈ അനുഗ്രഹത്തിന്റെ മെസ്സേജായിട്ടല്ല അവിടെ പറഞ്ഞത്. സംഭവിച്ചതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്ത്? ഒന്ന്, ശീമോൻ യേശു പറഞ്ഞ വാക്കിനെ എന്ത് ചെയ്തു? കേട്ടു, അനുസരിച്ചു. അപ്പം അനുഗ്രഹം കിട്ടണമെന്റെ 1-ാമത്തെ പടി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറാക്കുക. 2, അതിനെ അനുസരിക്കാൻ തയ്യാറാക്കുക. ഈ 2 കാര്യം ശീമോൻ ചെയ്തത് കൊണ്ടാണ് ശീമോന്റെ ശൂന്യതയെ, ശീമോന്റെ നഷ്ടത്തെ ദൈവം ലാഭമാക്കി മാറ്റി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും യേശുവിൻ്റെ വാക്ക് കേൾക്കുവാനും അത് അനുസരിക്കുവാനും നമ്മൾ തയ്യാറാകണം. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, ശീമോന് 2 പടക് നിറച്ച് മീൻ കിട്ടിയതാണ് ശീമോന്റെ ജീവിതത്തിലെ അനുഗ്രഹമെന്ന്. അല്ല. ശീമോന്റെ ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ 2 ഇത് നിറയെ മീൻ കിട്ടിയതല്ല. അതിനുശേഷം നമ്മൾ ശീമോൻ ദൈവത്തിന് മുമ്പാകെ എന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ പടകിൽ നിൽക്കാൻ ഞാൻ ആരല്ല, ഞാൻ യോഗ്യനല്ല, എന്നെ വിട്ടു പോകണം എന്ന് പറഞ്ഞാൽ ശീമോൻ ഒരു പാപിയാണെന്നുള്ള ബോധ്യം ശീമോൻ എന്ത് ചെയ്തു? ഉണ്ടായി. ദൈവത്തിന് അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ചിന്തിക്കാനും നമ്മുടെ പാപത്തെപ്പറ്റി ബോധ്യമാകാനും തയ്യാറാവണം. എന്ന് പറഞ്ഞാൽ ശീമോൻ ജീവിതത്തിൽ താഴുവാനായി തയ്യാറായി. അവിടെ സംഭവിച്ചത്, അനുഗ്രഹം കിട്ടിയപ്പോ ശീമോൻ ഉയരുവല്ല, ശീമോൻ അഹങ്കരിക്കുകയല്ല ചെയ്ത്, പിന്നെ അവനെപ്പറ്റി ബോധ്യമുണ്ടായിട്ട് അവൻ ദൈവം മുമ്പാകെ താഴുവാനായിട്ട് ഇടവന്നു. തീർന്നില്ല കേട്ടോ. ദൈവം പറഞ്ഞത്, എൻ്റെ പടകിലിരിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നു മുതൽ നീ മീൻ പിടിക്കുന്നവനല്ല, നീ ഇനി ശൂന്യനായിട്ട് വല പിടിക്കുന്നവനല്ല, പിന്നെ ആരാണ്? മനുഷ്യനെ പിടിക്കുന്നവനായി മാറ്റുന്നതാണ്. അപ്പൊ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് വല്ലപ്പോഴും കിട്ടുന്ന, ഈ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും
അല്ല. നമ്മുടെ ശൂന്യതകളെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും കാണുന്ന വിശ്വസ്തനായിട്ടൊരു കർത്താവാണ് നമുക്ക് ഉള്ളത്. അവൻ നമ്മളെ നിറയ്ക്കാൻ ശക്തനാണ്. എന്ത് ചെയ്യണം? അവൻ്റെ വാക്ക് കേൾക്കുവാനും അനുസരിക്കുവാനും നമ്മൾ തയ്യാറാണ്. മറ്റല്ല, ഈ അനുഗ്രഹം ഇതൊന്നുമല്ല. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ അനുഗ്രഹത്തിനല്ല. പിന്നെന്താണ്? ദൈവരാജ്യത്തിന് വേണ്ടി മനുഷ്യരെ പിടിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹം. ഈ വാക്കുകളാൽ ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ പറയാം, എൻ്റെ ജീവിതത്തിലും ശൂന്യതകൾ ഉണ്ടായിരുന്നു. 34 വയസ്സ് 35 വയസ്സ് വരെ ഞാൻ എവിടെ ചെന്നാലും അനുഭവിക്കുന്ന ഒരു ശൂന്യത ഉണ്ടായിരുന്നു. എവിടെ ചെന്നാലും ചോദിക്കും, എന്താ വിവാഹം നടക്കാത്ത? ജോലിയില്ലേ? വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലല്ലോ. കാണാൻ കൊള്ളാന്ന് ആരും പറഞ്ഞിട്ടില്ലെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്നിട്ടെന്തേ ഒന്നും കല്യാണം നടക്കാത്ത? ചിലരുടെ അടുത്ത് പറയാറുണ്ട്, നീ പെന്തക്കോസ്തിൽ നിൽക്കുന്നത് കൊണ്ടാ. ഒരു മുസ്ലിം സിസ്റ്റർ ഉണ്ട് ഞങ്ങളുടെ കൂടുതൽ ജോലി ചെയ്യുന്നത്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പ്രായമുള്ള സിസ്റ്റർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യടാ, നീ മുസ്ലിമായിട്ട് വാ, ഞങ്ങളുടെ കൂടുതൽ നിന്ന് പെണ്ണ് തരാം. അങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും കാണാതെ നമുക്ക് വേണ്ടി കരുതിയൊരു ദൈവം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് നല്ലൊരു കുടുംബത്തിൽ അച്ഛനമ്മയുടെ മേഘമോളായിട്ടുള്ള എറണാകുളത്താണ്. റോസ്മി എന്നാണ് ഭാര്യയുടെ പേര്. റോസ്മി എന്നാണ്. അച്ഛനമ്മയ്ക്കുള്ള ഏക മോളാണ്. നല്ല വിശുദ്ധിയിലും അതുപോലെ തന്നെ ദൈവഭയത്തിലും പറഞ്ഞൊരു കുട്ടിയെ ദൈവം എനിക്ക് വേണ്ടി സമയമായപ്പോഴത്തേക്ക് ദൈവം അത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇന്ന് മുമ്പാകെ ആ ഒരു സാക്ഷ്യം കൂടായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, കുടുംബജീവിതത്തെ ഓർത്ത് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ചോദിച്ചുകൊള്ളുന്നു. സമയം അനുഭവിച്ച ദേവദാസനുള്ള പ്രത്യേകമായി നന്ദി ഓർത്തുകൊള്ളുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.